ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു ഇവന്റ് എന്നുള്ള ടോപ്പിക്കാണ് ഈ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ ബേസിക് തുടങ്ങിയിട്ടുണ്ടായിരുന്നുണ്ട്. ഇന്നൊരു ജസ്റ്റ് ഒരു പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഇങ്ങനെ ഇവന്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ ജാവയിൽ ഇവന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഇവന്റിൽ ഒരു 3 പാർട്സ് അല്ലെങ്കിൽ 3 ടൈപ്പിലെ കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാകുന്നുണ്ട്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവന്റിന്റെ ഒരു സോഴ്സ്, ആ സോഴ്സിൽ നിന്നായിരിക്കും ഇവന്റ് ജനറേറ്റ് ആകുന്നത്. എന്തോ ഒരു സംഭവം കാര്യം നടന്ന് ആ കാര്യം ശരിക്കും എവിടെയാണ് നടന്നത് എന്നുള്ളതാണ് ശരിക്കും സോഴ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അങ്ങനെ ഒരു ഇവന്റാണ് നടന്നിക്കണമെന്നുണ്ടെങ്കിൽ ആ ഇവന്റ് നടത്തുന്നത് അല്ലെങ്കിൽ ആ സോഴ്സിൽ നിന്ന് പ്രത്യേക ടൈപ്പിലൊരു ഇൻഫർമേഷൻ വേറെ സ്ഥലത്തോട്ട് പാസ് ചെയ്യുന്നുണ്ടാവും. ആ സോഴ്സിൽ നിന്ന് ബട്ടൺ ക്ലിക്ക് ആണെങ്കിൽ ബട്ടൻ്റെ ഏത് ലൊക്കേഷനാണ് ക്ലിക്ക് ചെയ്ത് അങ്ങനത്തെ അതേപോലത്തെ ഇൻഫർമേഷൻസ് ആ ബട്ടണിൽ നിന്ന് വേറെ ഒരു പ്ലേസിലോട്ട്, ഒരു സിംഗിൾ സ്പേസ് ആയിരിക്കാം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പ്ലേസസ് ആയിരിക്കാം, അവിടേക്ക് പാസ് ചെയ്യും. ഈ സോഴ്സിൽ നിന്ന് എന്ത് ഇൻഫർമേഷനാണ് പാസ് ചെയ്യണത് ആ ഇൻഫർമേഷൻ ജനറലായിട്ട് ഇവന്റിന്റെ ഓബ്ജക്റ്റ് എന്ന് പറയും. ഇവന്റിന് ഒരു സോഴ്സ് ഉണ്ടാവും, അതേപോലെ ഇവന്റിന് ഒരു ഓബ്ജക്റ്റ് ഉണ്ടാവും. ലാസ്റ്റ് നടന്ന ഇവന്റിന്റെ ഡീറ്റെയിൽസ്, അതാണ് ഇവന്റിന്റെ ഓബ്ജക്റ്റ് എന്ന് പറയുന്നത്. എന്താണ് സംഭവിച്ചെന്നുള്ളത്. ഇന്ന ബട്ടന്റെ ഉള്ളിൽ ഇന്ന കാര്യം നടന്നത് സംഭവിച്ചെന്നുള്ള ആയി, ഇന്ന ബട്ടണിൽ ഇന്ന കാര്യം നടന്നുള്ള ഇൻഫർമേഷൻ വേറെ സ്ഥലങ്ങളിലോട്ട് ചിലപ്പോൾ പാസ് ചെയ്യേണ്ട ആവശ്യം വരും. ഇവന്റ് ഒക്കെ ആണെങ്കിൽ സാധാരണ അങ്ങനെ ആയിരിക്കും. ആ ഇൻഫർമേഷൻ വേറൊരു സ്ഥലത്തോട്ട് എത്തും. ആ സ്ഥലത്ത് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യും. ചിലപ്പോൾ ലോഗിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂസർ നെയിം പാസ്വേഡും വേറൊരു പ്രോഗ്രാമിലോട്ട് എവിടെയെങ്കിലും പോയിട്ട് അല്ലെങ്കിൽ വേറെ ഫംഗ്ഷനിലോട്ടൊക്കെ പോയിട്ട് ഡാറ്റാബേസിലൊക്കെ പോയിട്ട് യൂസർ നെയിം പാസ്വേഡ് കറക്റ്റാണോ എന്ന് നോക്കേണ്ട കാര്യമൊക്കെ ഉണ്ടാവും. ഓരോ ബട്ടണും ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യം ഉണ്ടാവും. ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കി, അല്ലെങ്കിൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറെ ചിലപ്പോൾ സെയിം പ്രോഗ്രാമിൽ വേറൊരു പാർട്ടിൽ എന്തോ കാര്യം ചെയ്യാനുണ്ടാവും. ആ പാർട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ടാവും ഈ ബട്ടൺ ക്ലിക്ക് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ആണ് തേർഡ് പാർട്ട് എന്ന് പറയുന്നത് ലിസണർ. ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആർക്കാണ് ആ ഇൻഫർമേഷൻ വേണ്ടത്, ക്ലിക്കിങ് നടന്നു എന്നുള്ള ഇൻഫർമേഷൻ വേണ്ടത്, അതിനെയാണ് ലിസണർ എന്ന് പറയുന്നത്. തൽക്കാലം കോഡ് കുറച്ചുകൂടി പറഞ്ഞു വരുമ്പോഴേക്കും അതിന്റെ ശരിക്കുള്ള ഡിഫറൻസ് ഒക്കെ മനസ്സിലാവുള്ളൂ. എനിക്ക് ഈ കോഡ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് സിൻറ്റാക്സ് മുഴുവൻ കറക്റ്റായിട്ടുള്ള കോഡ് എനിക്ക് പറയുന്നില്ല. കാരണം 5th മോഡ്യൂളിൽ കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതല്ലാതെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയാൽ കൺഫ്യൂഷൻ ആവും. അപ്പോൾ ഈ എസ്സേ തന്നെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പ്രോഗ്രാം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇതൊരു ഇമ്പോർട്ടൻ്റ് എസ് ക്വസ്റ്റൻ ആണ്. ചിലപ്പോൾ പ്രോഗ്രാം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ക്വസ്റ്റനൊക്കെ ചോദിക്കും. ഈ എസ്സേക്ക് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് മാത്രം, അല്ലെങ്കിൽ ഇവന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിന്റെ സിൻറ്റാക്സ് മാത്രമേ ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നുള്ളൂ. അതുപോലെ കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല ടൈപ്പിലെ ഇവന്റ്സ് ഉണ്ട്. ശരിക്കും ഓരോ ഇവന്റിനും ജാവയിൽ ഒരു കീവേഡ് ഉണ്ട്, ഒരു വേർഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു നെയിം ഉണ്ട്. ആ നെയിം അറിഞ്ഞിരുന്നാലും നമുക്ക് കോഡ് കറക്റ്റായിട്ട് എളുപ്പം എഴുതി പോകാൻ പറ്റുള്ളൂ. ഈ ബട്ടൺ ക്ലിക്ക് എന്നുള്ളതിനൊക്കെ ജാവയിൽ കൊടുത്തേക്കുന്ന ഒരു നെയിം അല്ലെങ്കിൽ ഒരു കീവേഡ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ എന്നുള്ളതാണ്. ജാവയിൽ ആക്ഷൻ എന്നുള്ള ഒരു ഇവന്റ് ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതിലിപ്പോൾ ആക്ഷൻ എന്നുള്ള ഇവന്റ് നടക്കുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്നും കൂടി അറിയേണ്ട കാര്യമുണ്ട്. ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആക്ഷൻ എന്നുള്ള ഇവന്റ് സിസ്റ്റത്തിൽ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ജാവയിൽ നടക്കും. അതല്ല ലിസ്റ്റ്, ഇങ്ങനെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നമ്മളെന്തെങ്കിലും
ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോഴും ഒരു ആക്ഷൻ ഇവന്റ് എന്ന സംഭവം നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ജി പ്രോഗ്രാമിന് മുകളിൽ ചിലപ്പോൾ മെനു ഒക്കെ കാണും. മെനുവിലൊക്കെ എന്തെങ്കിലും ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും ആക്ഷൻ എന്നുള്ള ഇവന്റ് ആ പ്രോഗ്രാമിൽ നടന്ന് പിന്നെ ഇതുപോലെ ടെസ്റ്റ് ഫീൽഡിൽ നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യുന്ന ടെസ്റ്റ് ഫീൽഡിൻ്റെ ഉള്ളിൽ വെച്ച് എൻ്റർ കീ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആക്ഷൻ എന്നുള്ള ഇവന്റ് നടക്കും. അങ്ങനെ മെയിനായിട്ട് 4 ടൈപ്പിലാണ് മെയിനായിട്ട് ഈ ആക്ഷൻ എന്നുള്ള ഇവന്റ് നടക്കാനുള്ള സിറ്റുവേഷൻ. ബട്ടൺ ക്ലിക്കിൽ മാത്രമല്ല ആക്ഷൻ എന്നുള്ള ഇവന്റ് നടക്കുന്നത്. അതേപോലെ ഈ അഡ്ജസ്റ്റ്മെന്റ് ഇവന്റ് എന്നുള്ളൊരു ഇവന്റ് ഉണ്ട്. എല്ലാ ഇവന്റും പഠിക്കണ്ട. ആ ഇവന്റ് എന്നുണ്ടെങ്കിൽ ചില ഐറ്റത്തിന്റെ വാല്യൂസ് ചേഞ്ച് ആകാൻ ചാൻസുണ്ട്. വേരി ചെയ്യുന്ന രീതിയിലെ കാര്യങ്ങൾ ഇപ്പോൾ സ്ക്രോൾ ബാർ പോലത്തെ സംഭവമൊക്കെ വലിക്കുന്നത് നമ്മളൊന്ന് വേരി ചെയ്യിക്കണം, പൊസിഷൻ വേരി ചെയ്യിക്കണം. അങ്ങനെ വേരി ചെയ്യണ രീതിയിൽ എന്തെങ്കിലും കമ്പോണന്റിന്റെ വാല്യൂസ് ചേഞ്ച് ആവുന്ന സിറ്റുവേഷനിലാണ് അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള ഇവന്റ് നടക്കുന്നത്. അതേപോലെ ഐറ്റം ഇവന്റ് എന്നുള്ള ഇവന്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഐറ്റം എന്നുള്ള കീവേഡ് ഓർത്തിരിക്കുക. ഐറ്റം എന്നുള്ള ഇവന്റ് എന്ന് പറഞ്ഞെങ്കിൽ കുറെ ലിസ്റ്റ് പോലെ ഉണ്ടായിരുന്നു, കുറെ കാര്യങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന ചില കാര്യങ്ങളുണ്ടാവും. ഇപ്പൊ ചെക്ക് ബോക്സിൽ ബിടെക് എംടെക് MC എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ ബിടെക് എംടെക് ഒക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. ചെക്ക് ബോക്സ് ആണെങ്കിൽ ബിടെക് എംടെക് സെലക്ട് ചെയ്യാം. ഇപ്പൊ MC ഉണ്ടെങ്കിൽ MC സെലക്ട് ചെയ്യാം. കുറെ ഐറ്റംസ് വന്നിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും കാര്യങ്ങൾ സെലക്ട് ചെയ്തെടുക്കണം. രീതിയിൽ അതിനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇവന്റ്സ് ആണ് ഐറ്റം ഇവന്റ് എന്നുള്ളത്. അല്ലെങ്കിൽ ലിസ്റ്റിൽ കുറെ ഐറ്റംസ് ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രമായിട്ട് സെലക്ട് ചെയ്തെടുക്കുക. അതൊക്കെ സംഭവിക്കുമ്പോൾ ഐറ്റം ഇവന്റ് നടക്കും. ഇതെല്ലാം നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഇങ്ങനത്തെ ടൈപ്പ് ഇവന്റ്സ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി പറയുന്നതല്ല. മൗസ് ഇവന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൗസ് ഡ്രാഗ് ചെയ്യുക, അല്ലെങ്കിൽ മൗസിലെ ബട്ടണിലല്ല പുറത്ത് എവിടെയെങ്കിലും വെറുതെ ക്ലിക്ക് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക, അങ്ങനത്തെ സംഭവം നടക്കുമ്പോൾ മൗസ് ഒരു ഇവന്റ് നടക്കുന്നത്. ആ ഇവന്റൊക്കെ ഈ മൗസ് എന്നുള്ള ഗ്രൂപ്പ് അല്ലെങ്കിൽ മൗസ് ഇവന്റ് എന്നുള്ള ഗ്രൂപ്പിൽ വരും. പിന്നെ ഒരു വിൻഡോ ഉണ്ടാവും. GUI പ്രോഗ്രാമൊക്കെ വിൻഡോ ഉണ്ടാവും. വിൻഡോ ചിലപ്പോൾ നമ്മൾ മിനിമൈസ് ചെയ്യും, മാക്സിമൈസ് ചെയ്യും, ക്ലോസ് ചെയ്യും. അങ്ങനെ വിൻഡോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ വിൻഡോ ഇവന്റ് എന്നുള്ള സംഭവം ഉണ്ടാവും. ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഇവന്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ആക്ഷൻ എന്നുള്ള എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇതിലൊരു കംപ്ലീറ്റ് റൺ ചെയ്യാൻ പറ്റിയൊരു പ്രോഗ്രാം ഉണ്ട്. അത് പിന്നീട് കാണിച്ചു തരാം. അതിന് മുമ്പ് സിമ്പിൾ ആയിട്ടുള്ള പ്രോഗ്രാം കാണിച്ചു തരാം. സാധാരണ ഒരു ജാവ പ്രോഗ്രാം എഴുതുമ്പോൾ ഏതെങ്കിലും ഒരു ക്ലാസ് ഉണ്ടാവും. കുറച്ചും കൂടി ഒരു വലിയ ക്ലാസ് എന്ന് വിചാരിക്കാം, വലിയ പ്രോഗ്രാം എന്ന് വിചാരിക്കാം. വലിയ പ്രോഗ്രാമിലെ പ്രോജക്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഫയലിൽ ഒരു ക്ലാസ് മാത്രം ഇരിക്കില്ല, പിന്നെ കുറേ ഇതുണ്ടാവും. പിന്നെ ഒരു പ്രൊജക്റ്റിൽ തന്നെ മോർ ദാൻ 1 ക്ലാസ്സസ് കമ്പൈൻ ചെയ്തിട്ടായിരിക്കും ഫൈനൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പ്രോഗ്രാം പ്രൊജക്റ്റ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ വിചാരിക്കുക, ഈ P3 പകരം കാറ്, ഒരു വീഡിയോ ഗെയിം ആയിരുന്നു വിചാരിക്കാം. P5 പകരം ബൈക്ക്, P7 പകരം ഇങ്ങനെ ഒരു വീഡിയോ ഗെയിമിന്റെ ഞാൻ വിചാരിക്കാം. സെറ്റിംഗ് എന്നുള്ള ഒരു ക്ലാസ് ഉണ്ട്. പിന്നെ കുറെ കാറ്, ബൈക്ക്, ബസ്, അങ്ങനെ കുറെ ഡ്രൈവർ, അങ്ങനെ കുറെ ക്ലാസ്സസ് ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു വീഡിയോ ഗെയിം ആകുമ്പോൾ ചിലപ്പോൾ നമുക്കത് സ്റ്റാർട്ടിങ് ടൈമിൽ ചിലപ്പോൾ അതിൻ്റെ ഡിഫിക്കൽറ്റി ഒക്കെ സിമ്പിളാണ്, മോഡറേറ്റ് ആണ്, ഹൈ ആണ്, അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അത് സെറ്റ് ചെയ്യാനായിട്ട് ഈ ഡിഫിക്കൽറ്റി എൻ്റർ ചെയ്യാനായിട്ട് ടെസ്റ്റ് ഫീൽഡ് ഉണ്ടാവും.
ചിലപ്പോൾ ഒരു സേവ് സെറ്റിങ്സ് അങ്ങനെ എന്തെങ്കിലും ബട്ടണൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. നമ്മൾ ഡിഫിക്കൽറ്റി എന്നുള്ള ഇത് ചിലപ്പോൾ റെഡ്യൂസ് ചെയ്യും അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവും. ശരിക്കൊരു സേവ് സെറ്റിങ്സ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ മിക്കവാറും ഡിഫിക്കൽറ്റി റെഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും, ഡിഫിക്കൽറ്റി അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും സെറ്റിങ്സിൽ. അപ്പോൾ നമ്മൾ ഈ സേവ് ബട്ടൺ, സേവ് സെറ്റിങ്സ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ സെറ്റിങ്സ് മാറി അല്ലെങ്കിൽ ഡിഫിക്കൽറ്റി മാറി എന്നുള്ള ഇൻഫർമേഷൻ വേറെ കുറച്ച് ക്ലാസ്സിനെ ഇൻഫോം ചെയ്യേണ്ട കാര്യം ഉണ്ടാവും. ഡിഫിക്കൽറ്റി ലോ ആകുമ്പോഴും ചിലപ്പോൾ കാറിൻ്റെ ആവറേജ് സ്പീഡ് ചിലപ്പോൾ റെഡ്യൂസ് ആവുന്നുണ്ടാവും, അല്ലെങ്കിൽ ബൈക്കിൻ്റെ ആവറേജ് സ്പീഡ് റെഡ്യൂസ് ആവുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ വിചാരിക്കാം, ഈ പ്രോഗ്രാമിൽ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യുന്ന ചെയ്യാം. കോഡ് മുഴുവനായിട്ട് എഴുതുന്നില്ല. ബട്ടൺ സേവ് സെറ്റ് സെറ്റിംഗ് എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്. ഉണ്ടാക്കി വിചാരിക്കാം. ബട്ടണൊക്കെ സ്ക്രീനിൽ വന്നെന്നുണ്ടെങ്കിൽ ബട്ടൺ എന്നുള്ളൊരു ക്ലാസ് ഉണ്ട്, അല്ലെങ്കിൽ ജെ ബട്ടൺ എന്നുള്ള ക്ലാസ് ഉണ്ട്. അതിൻ്റെ ഏതെങ്കിലും ഹെൽപ്പോട് കൂടി നമുക്ക് ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം. ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്ക്രീനിലൊന്നും ഉണ്ടാവില്ല, ഒരു ബട്ടൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ഉണ്ടാവും. ബട്ടൻ്റെ ലേബൽ അല്ലെങ്കിൽ ബട്ടണിലുള്ള ക്യാപ്ഷൻ സേവ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ബട്ടണിൽ കാണുന്നത്. ബട്ടൺ പ്രോഗ്രാമിൽ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ബട്ടണിന് ഒരു നെയിം കൊടുത്ത് സേവ് സെറ്റിങ്സ്. യൂസറിനെ സേവ് സെറ്റിംഗ് യൂസറിനെ കാണാൻ പറ്റില്ല, പ്രോഗ്രാമറിന് ബട്ടണിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തുന്ന സിറ്റുവേഷനിൽ ഈ സേവ് സെറ്റിംഗ് എന്നുള്ള വേരിയബിൾ യൂസ് ചെയ്യും. യൂസർ കാണുന്നത് അല്ലെങ്കിൽ വീഡിയോ ഗെയിം റൺ ചെയ്യുന്ന ആൾ കാണുന്നത് സേവ് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടണായി കാണുന്നത്. അപ്പോൾ സേവ് എന്നുള്ള ബട്ടൺ ഈ ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്ത് റാമിൽ ക്രിയേറ്റ് ചെയ്യും. ജെ ബട്ടൺ ബട്ടൺ ഉണ്ട്, ജെ ബട്ടൺ ഉണ്ട്, ഏതാണെങ്കിൽ യൂസ് ചെയ്യാം. അതിൻ്റെ ഡിഫറൻസ് ഒക്കെ ഉണ്ട്, അതിന് ഇഷ്ടം കൊണ്ട് പഠിക്കാനുള്ളതാണ്. അപ്പോൾ പിന്നെ പറഞ്ഞുതരാം ഈ ബട്ടൺ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ. അങ്ങനെ ബട്ടൺ സ്ക്രീനിൽ വരുത്തി കഴിഞ്ഞിട്ട്, സ്ക്രീനിൽ വന്നില്ല, മെമ്മറിയിൽ ക്രിയേറ്റ് ചെയ്ത് സ്ക്രീനിൽ വരണം എന്നുണ്ടെങ്കിൽ ആഡ് എന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്, അത് കൊടുത്തിട്ട് ബട്ടണിൻ്റെ വേരിയബിൾ നെയിം കൊടുക്കും. വേരിയബിൾ നെയിം കൊടുക്കുമ്പോൾ ആ ബട്ടൺ സ്ക്രീനിൽ വന്നോളും. അപ്പൊ ഈ രണ്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോഴേക്കും ബട്ടൺ സ്ക്രീനിൽ വന്നിട്ടുണ്ടാവും. സ്ക്രീനിൽ ഒരു സേവ് എന്നുള്ള ഒരു ബട്ടൺ വന്നിട്ടുണ്ടാവും. പക്ഷെ അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കില്ല. അത് ക്ലിക്ക് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. കാരണം ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനായിട്ടുള്ള കോഡ് നമ്മൾ എഴുതിയിട്ടില്ല. കാരണം ബട്ടണിൽ തന്നെ പല ടൈപ്പിൽ ഇവന്റ്സ് ജനറേറ്റ് ആകാൻ ചാൻസ് ഉണ്ട്. ആ എല്ലാ ഇവന്റും നടക്കുന്നുണ്ടോയെന്ന് ബാക്ക്ഗ്രൗണ്ടിൽ ജാവ ചെക്ക് ചെയ്യേണ്ട കാര്യമുണ്ട്. എല്ലാ ഇവന്റും നടക്കുന്നുണ്ടെന്ന് പാരലൽ ചെക്ക് ചെയ്യുമ്പോൾ സിസ്റ്റത്തിന് ബാക്ക്ഗ്രൗണ്ടിൽ ലോഡ് കൂടും. അപ്പോൾ പ്രോഗ്രാമർ പറഞ്ഞു കൊടുക്കണം ഏതൊക്കെ ഇവന്റ് ഈ ബട്ടണിൽ നടക്കുന്നുണ്ടോയെന്ന് ചെക്ക് ചെയ്യണം എന്നുള്ളത് പ്രോഗ്രാമർ ഇൻസ്ട്രക്ഷൻ ബൈ സെറ്റ് കൊടുക്കണം. അങ്ങനെയെങ്കിൽ OS അല്ലെങ്കിൽ ജാവ സോഫ്റ്റ്വെയർ ആ ഇവന്റ് നടക്കുന്നുണ്ടോ എന്നുള്ളത് ബാക്ക്ഗ്രൗണ്ടിൽ ചെക്ക് ചെയ്തോളും. അതിന് എല്ലാം കൂടി ചെക്ക് ചെയ്യുമ്പോഴാൽ സിസ്റ്റത്തിൽ ലോഡ് വന്നതുകൊണ്ട് ജാവ സെറ്റിങ്സ് അനുസരിച്ച് പ്രോഗ്രാമർ സെറ്റ് ചെയ്തിട്ടുള്ള ഇവന്റ്സ് മാത്രം നടക്കുന്നുണ്ടെന്ന് ജാവ ചെക്ക് ചെയ്യുള്ളൂ. ക്ലിക്ക് എന്നുള്ള ഇവന്റ് നടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ബട്ടൺ നെയിം ഡോട്ട് അതുപോലെ ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ആക്ഷൻ എന്നുള്ള ഇവന്റ് ഉണ്ടെന്ന് പറഞ്ഞ്, അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള ഇവന്റ് ഉണ്ടെന്ന് പറഞ്ഞ്, ഐറ്റം എന്നുള്ള ഇവന്റ് ഉണ്ടെന്ന് പറഞ്ഞ്, ഈ മൗസ് വിൻഡോ അങ്ങനെ കുറെ ഇവന്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഈ
റെഡ് കളറിൽ ഞാൻ ഈ ബോൾഡാക്കി ഇട്ടേക്കണതാണ് ശരിക്കും പറഞ്ഞാൽ ഓരോ ഇവന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വേർഡ്. അതാണ് ശരിക്കും പ്രോഗ്രാമർ ഓർത്തിരിക്കേണ്ടത്. അത് ഓർത്തിരുന്നാൽ കോഡ് എഴുതാൻ കുറച്ച് എളുപ്പമായിരിക്കും. അപ്പൊ നമുക്ക് വേണ്ടത് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡാറ്റാബേസിൽ എവിടെയെങ്കിലും ഫയലൊക്കെ എവിടെയെങ്കിലും പോയിട്ട് സെറ്റിങ്സിന്റെ കാര്യങ്ങൾ മാറ്റണം. അതേപോലെ ചിലപ്പോൾ ഈ ആ സേവ് എന്നുള്ള ബട്ടന്റെ മുകളിൽ കൂടി മൗസ് മൂവ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ക്ലിക്ക് ഒന്നും ചെയ്യാതെ വെറുതെ മൂവ് ചെയ്യിക്കുമ്പോൾ എന്തെങ്കിലും കാര്യം ചെയ്യേണ്ടി വരുമായിരിക്കും. അങ്ങനെ മൗസ് മൂവിങ് സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ മൗസ് ഇവന്റ് എന്നുള്ള ഇവന്റ് ആണ് നടക്കുന്നത്. ഈ കോഡ് എഴുതുന്ന പ്രോഗ്രാമർ സെറ്റ് ചെയ്യണം. ക്ലിക്ക് നടക്കുന്നുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ആ കീവേഡ് ഓർത്തിരിക്കുക. ക്ലിക്ക് എന്നുള്ളതിന്റെ കീവേഡ് അല്ലെങ്കിൽ ആ നെയിം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഇവന്റിന്റെ നെയിം എന്നുണ്ടെങ്കിൽ ആക്ഷൻ എന്നുള്ളതാണ്. അപ്പൊ ആ ആക്ഷൻ എന്നുള്ള വേർഡ് ഓർത്തിരിക്കുക. അത് ഓർമ്മയിലുണ്ടെങ്കിൽ പ്രോഗ്രാമർ ചെയ്യേണ്ടത് ആഡ് ആക്ഷൻ ലിസ്റ്റണർ എന്ന് പറഞ്ഞ് കൊടുക്കുക. ബ്രാക്കറ്റിൽ ദിസ് ഒക്കെ കൊടുക്കണം. അതൊക്കെ എന്താണെന്ന് വീണ്ടും പറഞ്ഞുതരാം. ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ സിസ്റ്റം ബാക്ക്ഗ്രൗണ്ടിൽ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നോളൂ. ഈ സേവ് സെറ്റിംഗ് എന്നുള്ള ബട്ടണിൽ ആക്ഷൻ എന്നുള്ള ഇവന്റ് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ജാവയുടെ റൺ ചെയ്യാൻ ഇരിക്കുന്ന സോഫ്റ്റ്വെയർ ബാക്ക്ഗ്രൗണ്ടിൽ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നോളൂ. ഇങ്ങനെ കൊടുത്താൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ, നമ്മൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ സിസ്റ്റം തിരിച്ചറിയണം, ഐഡന്റിഫൈ ചെയ്യണം. ഐഡന്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുത്താൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം, സിസ്റ്റം ഐഡന്റിഫൈ ചെയ്യുള്ളൂ. ഇനി നമ്മൾ ക്ലിക്ക് ചെയ്യും, സിസ്റ്റത്തിനൊന്നും സംഭവിക്കില്ല. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്നുള്ള സിസ്റ്റത്തിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആഡ് ആക്ഷൻ ദിസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സേവ് സെറ്റിംഗ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തെന്നുള്ള സിസ്റ്റത്തിന് മനസ്സിലാവും. അതേപോലെ ഈ മൗസിന്റെ ഈ ബട്ടന്റെ മുകളിൽ കൂടി മൗസ് മൂവ് ചെയ്യിക്കുന്നുണ്ടോ എന്നുള്ള ഐഡന്റിഫൈ ചെയ്യണമെന്ന് വിചാരിക്കും. അപ്പോൾ മൗസ് മൂവിന് റിലേറ്റഡ് ആയിട്ടുള്ള ഇവന്റിന്റെ നെയിം നമ്മൾ ഓർത്തിരിക്കുക. അതിന് മൗസ് തന്നെയാണ് ആ ഇവന്റിന് കൊടുത്ത നെയിം. ഒരു ലാസ്റ്റ് ഉണ്ട് മൗസ് ഇവന്റ് എന്നുള്ളൊരു ഇവന്റ് ഉണ്ട്. അപ്പോൾ മൗസ് എന്നുള്ള ഇത് കൊടുത്തിരിക്കുക. അപ്പോൾ ഒരു മൗസ് മൂവ് ചെയ്യിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ തന്നെ വീണ്ടും ബട്ടൺ നെയിം ഡോട്ട് ആഡ് മൗസ് ലിസ്റ്റണറിനോട് കൊടുക്കും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സേവ് സെറ്റ് എന്നുള്ള ബട്ടന് പിന്നെ വേണമെങ്കിൽ സോഴ്സ് ആയിട്ട് മാറാം, ഇവന്റ് സോഴ്സ് ആകും. അങ്ങനെ എപ്പോഴും ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആക്ഷൻ എന്നുള്ള ഇവന്റ് നടക്കും. എപ്പോഴെങ്കിലും മൗസ് അതിന് മുകളിൽ കൂടി മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ മൗസ് എന്നുള്ള മൗസ് ഇവന്റ് എന്നുള്ള ഇവന്റ് നടക്കും. ഓരോ കമ്പോണന്റിൽ നിന്ന് മൾട്ടിപ്പിൾ ടൈപ്സിലെ ഇവന്റ്സ് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എല്ലാ ഇവന്റ്സും പ്രോഗ്രാമർക്ക് അല്ലെങ്കിൽ യൂസറിന് ഇമ്പോർട്ടൻ്റ് ആയിരിക്കില്ല, അല്ലെങ്കിൽ വേണ്ട കാര്യം ഉണ്ടാവില്ല. അപ്പോൾ ഏതൊക്കെ ഇവന്റ് ആണ് യൂസറിന് അല്ലെങ്കിൽ പ്രോഗ്രാമർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത് അതിൻ്റെ എല്ലാം ലിസണർ ആഡ് ചെയ്യുക ബട്ടൻ്റെ കൂടെ. അതായത് ആ ഇവന്റ് ആഡ്, ആ ഇവന്റ് നെയിം ലിസണർ കൊടുക്കുക. അവിടെ ആക്ഷൻ ലിസണർ, ആഡ് മൗസ് ലിസണർ അങ്ങനെ കൊടുക്കുക. അപ്പോൾ ശരിക്കും ഇത് സോഴ്സായി. ഇത് രണ്ടും കൊടുത്തു കഴിയുമ്പോൾ പ്രോഗ്രാം അല്ലെങ്കിൽ നമ്മുടെ OS എന്ന് വിചാരിക്കുക, OS കണ്ടിന്യൂസ് ആയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ചെക്ക് ചെയ്യും. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നുണ്ട്, ഈ ബട്ടണിന് മുകളിൽ മൗസ് മൂവ് ചെയ്യുന്നുണ്ടെന്ന് കണ്ടിന്യൂസ് ആയിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ വേറൊരു ബട്ടൺ കൂടി ഉണ്ടായിരുന്നു വിചാരിക്കാം. വേറൊരു ബട്ടൺ കൂടി ഉണ്ട്, ക്യാൻസൽ എന്നുള്ള ബട്ടൺ.
നമ്മളൊരു എക്സിറ്റ് എന്നുള്ള ക്യാപ്ഷനുള്ള ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്ത് ആ ബട്ടണിന് നെയിം കൊടുത്തങ്ങനെ ക്യാൻസൽ കൊടുത്തു, ആഡ് ക്യാൻസൽ കൊടുത്തു. പക്ഷെ ക്യാൻസൽ ഡോട്ട് ആഡ് ആക്ഷൻ ലിസ്റ്റിനൊന്നും കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ക്യാൻസൽ ഡോട്ട് ആഡ് മൗസ് ലിസ്റ്റിനൊന്നും കൊടുത്തിട്ടില്ല. ഈ ക്യാൻസൽ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഒന്നും സംഭവിക്കില്ല, കാരണം ക്ലിക്ക് ചെയ്തെന്നുള്ളത് സിസ്റ്റത്തിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഈ ക്യാൻസൽ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ നമ്മൾ കൊടുത്തിട്ടില്ല. പിന്നെ ഒരു ഇവന്റിൽ സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ പറഞ്ഞത് ഇവന്റിന് ഒരു ഓബ്ജക്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞു. ശരിക്കും ഈ എക്സാമ്പിളിൽ ശരിക്കും പറഞ്ഞാൽ ആ ഓബ്ജക്റ്റ് ദിസ് കൊണ്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ആ ഓബ്ജക്റ്റിനെയാണ്. കാരണം ദിസ് മിക്കവാറും യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിൽ ഈ ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഓബ്ജക്റ്റ് എടുക്കാറില്ല, അഡ്രസ് കിട്ടാൻ വേണ്ടിയിട്ടുണ്ടാവും. ഈ ലാസ്റ്റ് പല ഒബ്ജക്റ്റ് നമ്മുടെ പ്രോഗ്രാമിൽ ഉണ്ടാവും, അല്ലെങ്കിൽ പ്രൊജക്റ്റിൽ ഉണ്ടാവും. അതിൽ ഏറ്റവും അവസാനം യൂസ് ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ അവസാനം ക്രിയേറ്റ് ആയേക്കണം ഓബ്ജക്റ്റിന്റെ അഡ്രസ്സ് കിട്ടും, അല്ലെങ്കിൽ ആ ഓബ്ജക്റ്റിന്റെ കിട്ടുമെന്ന് വിചാരിക്കും. ആ ഓബ്ജക്റ്റിന് റെപ്രസെന്റ് ചെയ്യണം ഇപ്പൊ ലാസ്റ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം ഈ ഇൻസ്ട്രക്ഷൻ വർക്ക് ചെയ്യുമ്പോൾ ദിസ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ യൂസ് ചെയ്യാൻ പോണ ലാസ്റ്റ് ഓബ്ജക്റ്റ് എന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്തപ്പോൾ എന്തോ ഒരു ഇവന്റ് നടന്ന് ആ ഇവന്റിന്റെ ഒരു ഓബ്ജക്റ്റ് ഓട്ടോമാറ്റിക് സിസ്റ്റത്തിൽ ക്രിയേറ്റ് ആവുന്നുണ്ട്. ആ ഓബ്ജക്റ്റിന്റെ അഡ്രസ്സിനാണ് ദിസ് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ദിസ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വേരിയബിൾ, തൽക്കാലം ഒബ്ജക്റ്റ് കുറെ കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ എന്തൊരു വേരിയബിൾ എന്ന് വിചാരിക്കാം. ആ വേരിയബിളിൽ ലാസ്റ്റ് നടന്ന ഇവന്റിന്റെ ഡീറ്റെയിൽസ് മുഴുവൻ ഉണ്ടാവും, അല്ലെങ്കിൽ ലാസ്റ്റ് ക്രിയേറ്റ് ആയ ഒബ്ജക്റ്റിന്റെ ഡീറ്റെയിൽസ് മുഴുവൻ ഉണ്ടാവും. ലാസ്റ്റ് ക്രിയേറ്റ് ആയ ഒബ്ജക്റ്റിലുള്ളതെന്ന് വെച്ചാൽ ഇന്ന ബട്ടണിൽ അല്ലെങ്കിൽ സൈസ് സെറ്റിംഗ് എന്നുള്ള ബട്ടണിൽ പർട്ടിക്കുലർ XY കോർഡിനേറ്റിൽ സിംഗിൾ ക്ലിക്ക് ചെയ്ത് അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് നല്ല ഇൻഫർമേഷൻ ഉള്ള ഒരു ഒബ്ജക്റ്റിന്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സാണ് ശരിക്കും ദിസ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യണത്. അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളത് ആണ് ശരിക്കും ഇപ്പൊ ദിസിലുള്ളത്. അവിടെ എന്താ സംഭവിച്ചതെന്നുള്ളത് ആ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റിലുണ്ട്. ആ ഒബ്ജക്റ്റ് തന്നെയാണ് ദിസ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ബട്ടൺ ക്ലിക്ക് ചെയ്യണവരെ ആയിട്ടൊന്നും ഉണ്ടാവില്ല. ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റ് നടന്ന ഇവന്റിന്റെ ഡീറ്റെയിൽസ് ദിസിലൊക്കെ വരും. ഇപ്പോൾ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഇവന്റിന്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ടില്ല. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ആക്ഷൻ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടില്ല. ശരിക്കും ഇവിടെ ചെയ്തേക്കണെന്ന് വെച്ചാൽ ക്ലിക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ടാണ് കോഡ് കൊടുത്തേക്കുന്നത്. അതായത് ആക്ഷൻ എന്നുള്ള ഇവന്റ് നടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടുള്ള കോഡ് ഇവിടെ കൊടുത്തു. ഇതിന് ഈ കോഡ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് ക്ലിക്ക് എന്നുള്ള ഇവന്റ് അല്ലെങ്കിൽ ആക്ഷൻ എന്നുള്ള ഇവന്റ് നടന്നു എന്നുള്ളത് സിസ്റ്റത്തിന് മനസ്സിലാവും. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് എന്ത് ചെയ്യണം എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടില്ല. ക്ലിക്ക് ചെയ്ത് സിസ്റ്റം ഐഡന്റിഫൈ ചെയ്യും, പക്ഷെ പ്രോഗ്രാമിൽ ഒന്നും സംഭവിക്കില്ല. അപ്പൊ ഈ സെറ്റിംഗ്സ് എന്നുള്ള ഒരു വീഡിയോ ഗെയിമിന്റെ പ്രോഗ്രാം ആയിരുന്നു ചോദിക്കുക. അതിലാണ് ഈ സെറ്റിംഗ്സ് എന്നുള്ള ക്ലാസ് ഉള്ളത്. അതിലായിരിക്കും നമ്മൾ വീഡിയോ ഗെയിമിന്റെ സെറ്റിംഗ്സ് ഒക്കെ മാറ്റണമെന്ന് വിചാരിക്കും. സ്പീഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫിക്കൽറ്റി എന്തെങ്കിലും മാറ്റണമെന്ന് വിചാരിക്കാം. അങ്ങനെ ഡിഫിക്കൽറ്റിക്ക് മാറ്റി കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഈ സേവ് ചെയ്യുന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടത്. പുതിയ ഈ ഡിഫിക്കൽറ്റി മാറ്റി അല്ലെങ്കിൽ മാക്സിമം സ്പീഡ് മാറ്റി എന്നുള്ള ഇൻഫർമേഷനൊക്കെ ഈ പ്രൊജക്റ്റിലെ വേറെ സ്ഥലത്തോട്ടൊക്കെ പാസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ വേറെ പല ക്ലാസ്സിന് ഇൻഫോം ചെയ്യേണ്ടി വരും. പിന്നെ വീഡിയോ ഗെയിം ചിലപ്പോൾ കാറും ബൈക്കും ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഡ്രൈവറും ഉണ്ടാവും. അപ്പം ഗെയിമിന്റെ ഡിഫിക്കൽറ്റി മാറി എന്നുള്ള ഇൻഫർമേഷൻ ഈ കാറിൽ നിന്നുള്ള ക്ലാസ്സിലോട്ടും ഈ ബൈക്കിൽ നിന്നുള്ള ക്ലാസ്സിലോട്ടും പോകേണ്ടി വരും. കാരണം ചിലപ്പോൾ ആദ്യം ഡിഫിക്കൽറ്റി കൂട്ടിയിട്ടതുകൊണ്ട് കാറും ബൈക്കും ഹൈ സ്പീഡിലായിരിക്കും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെറ്റിംഗ്സ് മാറ്റി കഴിയുമ്പോഴേക്കും ഈ ഡിഫിക്കൽറ്റി ലോ ആക്കിയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് കാറിന്റെ മാക്സിമം സ്പീഡും ബൈക്കിന്റെ മാക്സിമം സ്പീഡൊക്കെ റെഡ്യൂസ് ആവേണ്ട കാര്യമുണ്ട്.
അതിന്റെ കോഡ് മിക്കവാറും കാറിലും ബൈക്കിലൊക്കെ ആയിരിക്കും. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തു എന്നുള്ള ഇൻഫർമേഷൻ ഈ കാർ എന്നുള്ള കോഡിലോട്ടും വന്നു, ബൈക്ക് എന്നുള്ള കോഡിലോട്ടും വന്നു. ഇങ്ങനെ വന്നെന്നുണ്ടെങ്കിൽ ഈ പ്രോജക്റ്റിൽ ചിലപ്പോൾ ഒരു 10 അല്ലെങ്കിൽ 20, 50 അത്രയും ക്ലാസ്സസ് ഒക്കെ ഉണ്ടാവും. ഈ സേവ് എന്നുള്ള സെറ്റിംഗ്സ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ കാറും ബൈക്കിനും മാത്രം ആ ഇൻഫർമേഷൻ കിട്ടേണ്ട കാര്യമുള്ളൂ എന്ന് വിചാരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ സെറ്റിംഗ് എന്നുള്ള ക്ലാസ്സിന് തന്നെ ചിലപ്പോൾ കിട്ടേണ്ടി വരും. ഏതൊക്കെ ക്ലാസ്സിന് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തു എന്നുള്ള ഇൻഫർമേഷൻ കിട്ടണോ നോക്കുക. അവിടെ ഇംപ്ലിമെന്റ്സ് ഈ ആക്ഷൻ എന്നുള്ള വേർഡ് ഓർത്തിരിക്കണം, എന്നാലും ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇംപ്ലിമെന്റ്സ് ആക്ഷൻ ലിസ്റ്റർ കൊടുക്കാം. പിന്നിൽ എല്ലാ തിയറി ഞാനിപ്പോൾ പറഞ്ഞു പോകുന്നില്ല. ലോജിക്ക് അല്ലെങ്കിൽ ആ ഫ്ലോ പോകണം എങ്ങനെയെന്ന് അറിയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ ഇംപ്ലിമെന്റ്സ് എന്നുള്ള കീവേഡ് എന്തിനാണെന്നൊക്കെ ഇപ്പോഴത്തെ കാലം ആലോചിക്കണ്ട. പിന്നീട് ബേസിസ് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അത് ചോദിച്ചാൽ മനസ്സിലാക്കാം. ഈ ഇംപ്ലിമെന്റ്സ് ആക്ഷൻ ലിസ്റ്റർ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ആക്ഷൻ എന്നുള്ള ഇവന്റ് ഈ പ്രൊജക്റ്റിൽ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ, ഈ പ്രോഗ്രാമിൽ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ആ ഇൻഫർമേഷൻ ഈ ക്ലാസ്സിന് കിട്ടും. ക്ലിക്കിങ് ഈ സേവ് സെറ്റിംഗ്സ് മാത്രം ക്യാൻസൽ എന്നുള്ള ബട്ടൺ ഉണ്ടാവും. ക്യാൻസൽ എന്നുള്ള ബട്ടൺ ഉണ്ടെന്ന് വിചാരിക്കാം. ക്യാൻസൽ എന്ന ബട്ടണിൽ ഇതേപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ ആഡ് ആക്ഷൻ ലിസ്റ്റർ കൊടുത്തിട്ടുണ്ടാവും. ഇംപ്ലിമെന്റ്സ് ആക്ഷൻ ലിസ്റ്റർ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആക്ഷൻ എന്നുള്ള ഇവന്റ് ഈ പ്രോജക്റ്റിൽ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ആ ഇൻഫർമേഷൻ കാർ എന്നുള്ള ക്ലാസ്സിൽ കിട്ടും. അതേപോലെ ഈ ബൈക്കിന്റെ കൂടെ ഇംപ്ലിമെന്റ്സ് ആക്ഷൻ ലിസ്റ്റ് എന്ന് കൊടുത്തിട്ടുള്ളതുകൊണ്ട് ആക്ഷൻ എന്നുള്ള ഇവന്റ് ഈ പ്രോജക്റ്റിൽ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രോഗ്രാം എവിടെയെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ആ ഇൻഫർമേഷനും ബൈക്ക് എന്നുള്ള കോഡിലോട്ട് വരും. ഈ ക്യാൻസലിന്റെ കൂടെ ആഡ് ആക്ഷൻ ലിസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്യാൻസൽ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴും ആക്ഷൻ എന്നുള്ള ഇവന്റ് നടക്കുന്നുണ്ട്. സേവ് സെറ്റിംഗ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴും ആക്ഷൻ എന്നുള്ള ഇവന്റ് നടക്കുന്നുണ്ട്. ഈ രണ്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴും ഈ കാർ എന്നുള്ള ക്ലാസ്സിലോട്ട് ആ ഇൻഫർമേഷൻ വരും. അതുപോലെ ഈ ബൈക്ക് എന്നുള്ള ക്ലാസ്സിലോട്ട് ആ ഇൻഫർമേഷൻ വരും. പക്ഷേ ഡ്രൈവർ എന്നുള്ള ക്ലാസ്സിലോട്ട് ആ ഇൻഫർമേഷൻ വരില്ല. കാരണം വെച്ചാൽ ഡ്രൈവർ എന്നുള്ള ക്ലാസ്സിൽ ഇംപ്ലിമെന്റ്സ് ആക്ഷൻ ലിസ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല. അതുപോലെ വേറെ ഇതിപ്പോ ഈ കാർ എന്നുള്ള ക്ലാസ്സിൽ ഈ സേവ് സെറ്റിംഗ്സ് എന്നുള്ള ബട്ടന്റെ മുകളിൽ മൗസ് മൂവ് ചെയ്യുമ്പോൾ എന്തോ ചെയ്യാനുണ്ടെന്ന് വിചാരിക്കണം. അപ്പൊ ഈ മൗസ് എന്നുള്ള ഇവന്റ് നടക്കുന്നുണ്ടോ എന്നുള്ളതും, അല്ലെങ്കിൽ അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഇൻഫർമേഷനും കാറിന് കിട്ടണം എന്നുണ്ടെങ്കിൽ മൗസ് ലിസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി പറഞ്ഞെന്തൊക്കെയാണെന്നുള്ളത് നോട്ട് ചെയ്തെടുത്തേക്കോ. ഇത്രയും പറഞ്ഞതില് മെയിനായിട്ട് 2 പോയിന്റാണ് പറഞ്ഞത്. പല കാര്യങ്ങൾ പറഞ്ഞെങ്കിലും
അതിൻ്റെ ബേസിക് കാര്യങ്ങൾ മാത്രമേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യമുള്ളൂ. ഒരു പ്രോഗ്രാമിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പ്രോഗ്രാമിന് ഒരു ക്ലാസ് ഉണ്ടാവുള്ളൂ. ആ പ്രോഗ്രാമിൻ്റെ കോംപ്ലക്സിറ്റി കൂടും തോറും ആ പ്രോഗ്രാമിൽ മോർ ദാൻ 1 ക്ലാസ്സസ് ഉണ്ടാകും. അപ്പോൾ സിസ്റ്റത്തിൽ എന്തെങ്കിലും ഇവൻ്റ് ഒക്കെ നടക്കുമ്പോൾ ചില ക്ലാസ്സിന് ആ ഇൻഫർമേഷൻ കിട്ടേണ്ട കാര്യം ഉണ്ടാവും, ചില ക്ലാസ്സിന് ആ ഇൻഫർമേഷൻ കിട്ടേണ്ട കാര്യം ഉണ്ടാവില്ല. ലോജിക്ക് അനുസരിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പ്രോജക്റ്റിൽ 20 ക്ലാസ്സസ് ഉണ്ടെങ്കിലും ചിലപ്പോൾ അതിൽ ഏതെങ്കിലും 3 ക്ലാസ്സിന് ആ പർട്ടിക്കുലർ ബട്ടൺ ക്ലിക്ക് ചെയ്തെന്നുള്ള ഇൻഫർമേഷൻ കിട്ടേണ്ട കാര്യം ഉണ്ടാവുള്ളൂ. അങ്ങനെ വരുമ്പോൾ ആ ക്ലാസ് ഡിഫൈൻ ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ കൂടെ ഇംപ്ലിമെന്റ്സ് ആക്ഷൻലെസ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആക്ഷൻ എന്നുള്ളതാണ് ക്ലിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ്. അപ്പോൾ ക്ലിക്ക് എന്നുള്ള ഇവന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഇൻഫർമേഷൻ കാർ എന്നുള്ള ഇതിലോട്ട് വന്നിട്ടുണ്ടാവും. അവർ ഈ കേസിൽ ബൈക്ക് എന്നുള്ള കോഡിലോട്ടും വന്നിട്ടുണ്ടാവും. ഒരു ക്ലാസ് എഴുതുമ്പോൾ ഏതൊരു ക്ലാസ് ഇവിടെ നമ്മൾ എഴുതുന്നു, ആ ക്ലാസ്സിന്റെ കോഡ് എഴുതുന്ന ടൈമിൽ ആ ക്ലാസ്സിന് ഏതൊക്കെ ടൈപ്പിലുള്ള ഇവന്റ്സിന്റെ ഡീറ്റെയിൽസ് കിട്ടണോ ആ ഇവന്റ്സിന്റെ എല്ലാം ഇങ്ങനെ ഇതേപോലെ കൊടുക്കുക. ഇംപ്ലിമെന്റ്സ് പറഞ്ഞിട്ട് ആ ഇവന്റ് നെയിം ലിസണർ, ആക്ഷൻ ലിസണർ, മൗസ് എന്നുള്ള ഇവന്റ് ഉണ്ട്, അപ്പോൾ മൗസ് ലിസണർ, വിൻഡോ എന്നുള്ള ഇവന്റ് ഉണ്ട്, അതിന്റെ കാര്യം കിട്ടണമെന്നുണ്ടെങ്കിൽ വിൻഡോ ലിസണർ എന്ന് കൊടുക്കുക. അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള ഇവന്റ് ഉണ്ട്, അതിന്റെ കാര്യം കിട്ടണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് ലിസണർ, അങ്ങനെ കോമിട്ട് കൊടുക്കുക. ലിസണർ ഇതാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ഇവന്റ് നടക്കുന്നുണ്ടെന്നുള്ളത്. കാരണം ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്തോ കാര്യം ചെയ്യാനുണ്ട്. ആ ചെയ്യേണ്ട കാര്യം ഈ കാർ എന്നുള്ള ക്ലാസ്സിലും ഉണ്ടാവും, ബൈക്ക് എന്നുള്ള ക്ലാസ്സിലും ഉണ്ടാവും. ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡ്രൈവർ എന്നുള്ള ക്ലാസ്സിൽ ഒന്നും ചെയ്യാനില്ല, അതുകൊണ്ട് അത് ലിസണർ അല്ല, ലിസണർ ആക്കിയിട്ടില്ല. ഈ ഇവന്റിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഇവന്റ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് 3 ടൈപ്പിലെ ഐറ്റംസ് അല്ലെങ്കിൽ 3 കാര്യങ്ങൾ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും ഒരു ഇവന്റ് എന്നുള്ള പറഞ്ഞാൽ. ഒരു ഇവന്റ് നടക്കണം എന്നുണ്ടെങ്കിൽ അല്ല ഇവന്റ് എന്നുള്ള ഇൻഫർമേഷൻ കംപ്ലീറ്റ് ആകണമെന്നുണ്ടെങ്കിൽ സോഴ്സ് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഈ സേവ് സെറ്റിങ്ങും ക്യാൻസൽ എന്നുള്ളതും സോഴ്സായിട്ട് മാറി. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ആക്ഷണൽ ഇവന്റ് അവിടെ നിന്ന് ജനറേറ്റ് ആവുന്നുണ്ട്. ആ ജനറേറ്റ് ആയ ഇവന്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് ദിസിലുണ്ടാവും. ലാസ്റ്റ് എന്ത് സംഭവം പറഞ്ഞാൽ ഒരു ഇവന്റ് ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് എന്ത് സംഭവിച്ചു എന്നുള്ള കിട്ടാനുള്ള കാര്യമാണ് അവിടെ കൊടുത്ത് വെച്ചത്. ആ ദിസിൽ ലാസ്റ്റ് നടന്നതിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്, വേറെ കുറെ തീരെയൊക്കെ ഉണ്ടാവുന്ന ഞാനിപ്പോൾ പറയുന്നില്ല, അങ്ങനെയുണ്ട്. അപ്പൊ ഈ ദിസ് അല്ലെങ്കിൽ ആ ലാസ്റ്റ് നടന്ന കാര്യത്തിന്റെ ഇൻഫർമേഷൻ ലിസണറിലോട്ട് അല്ലെങ്കിൽ തേർഡ് പാർട്ടിലോട്ട് പാസ് ചെയ്യണം, അത് ലിസണർ. ഈ ദിസ് ഈ ക്ലാസ്സിലോട്ടും പാസ് ചെയ്തിട്ടുണ്ടാകും, ഈ ക്ലാസ്സിലോട്ടും പാസ് ചെയ്തിട്ടുണ്ടാകും. ഡ്രൈവർ എന്നുള്ള ക്ലാസ്സിലോട്ട് പാസ് ചെയ്തിട്ടുണ്ടാവില്ല, കാരണം ഡ്രൈവർ ലിസണർ അല്ല, അല്ലെങ്കിൽ ആക്ഷൻ എന്നുള്ള ഇവന്റിന്റെ ലിസണർ അല്ല. മനസ്സിലാക്കുക. ഇനി അടുത്ത് മനസ്സിലാക്കേണ്ടത് വെച്ചാല് ഈ കാറിന്റെ ക്ലാസ്സിൽ ഇതേപോലെ കുറെ കോഡ് സ്റ്റെപ്സ് ഉണ്ടാവും. ഈ ആക്ഷനുള്ള ഇവന്റ് നടന്നു കഴിയുമ്പോൾ ഏത് സ്റ്റെപ്പിലോട്ടാണ് S1 S2 S3 കൺട്രോൾ വരുന്നുള്ളത് അറിയണം. അത് ആണ് ഇനിയും അടുത്ത സ്റ്റെപ്പായിട്ട് മനസ്സിലാക്കുന്നത്. അതിനൊരു ഫംഗ്ഷൻ ഉണ്ട്, ആക്ഷൻ പെർഫോം എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്. അത് കാറിനുള്ള ക്ലാസ് പല സ്റ്റെപ്സ് ഒക്കെ ഉണ്ട്. S1 S2 അങ്ങനെ കുറെ സ്റ്റെപ്സ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാകും. വേറെ എവിടെയെങ്കിലും ചിലപ്പോൾ ഒരു ടെസ്റ്റ് എന്നുള്ള സ്റ്റെപ്പ് ഉണ്ടാകും. കുറെ സ്റ്റെപ്സും കുറെ ഫങ്ഷൻസ് ഒക്കെ ഉണ്ടാവും. ഈ കാർ എന്നുള്ള ക്ലാസ്സിൽ ഇംപ്ലിമെന്റ്സ് ആക്ഷൻ ലെസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ
ആ കോഡ് നമ്മൾ എവിടെയെങ്കിലും ഈ ആക്ഷൻ പെർഫോംഡ് എന്നുള്ള ഫംഗ്ഷൻ ഇതേ സിന്റാക്സ് വെച്ചിട്ട് എക്സ്പ്രഷൻ വെച്ച് ടൈപ്പ് ചെയ്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ എറർ വരും. ആക്ഷൻ ഇംപ്ലിമെന്റ്സ് ആക്ഷൻ ലിസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആക്ഷൻ പെർഫോംഡ് എന്നുള്ളൊരു ഫംഗ്ഷൻ അവിടെ ഈ ക്ലാസ്സിനുള്ളിൽ എവിടെയെങ്കിലും വേണം, അല്ലെങ്കിൽ എറർ ആയിരിക്കും. അപ്പൊ ശരിക്കും ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആക്ഷനിൽ ഇവന്റ് നടന്നിട്ടുണ്ടെങ്കിൽ, അതായത് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മെനു ക്ലിക്ക് ചെയ്യുക, ടെസ്റ്റ് ഫീൽഡിൽ എൻ്റർ കീ പ്രസ് ചെയ്യുക, അങ്ങനത്തെ സിറ്റുവേഷനിലാണ് ആക്ഷനിൽ ഇവന്റ് നടക്കുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ സംഭവിക്കണമെന്ന് വെച്ചാൽ ആ ലാസ്റ്റ് നടന്ന കാര്യത്തിന്റെ ഇൻഫർമേഷൻ മുഴുവനും ഈ ഫംഗ്ഷനിലോട്ട്, കാരണം ഈ ഫംഗ്ഷനിലേക്ക് പിന്നീട് എക്സിക്യൂട്ട് ആണ്. അപ്പൊ ഈ ദിസ് എന്നുള്ള സംഭവം ശരിക്കും ഈ എന്നുള്ള വേരിയബിളോട്ട് വരും. അപ്പൊ ഈയില് ലാസ്റ്റ് നടന്ന ഇവന്റിന്റെ ഇൻഫർമേഷൻ മുഴുവൻ ഉണ്ടാവും. ഏത് ബട്ടണിൽ എവിടെ ക്ലിക്ക് ചെയ്ത് സംഭവിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ ഈ എന്നുള്ള വേരിയബിൾ ഉണ്ടാവും. നമുക്ക് വലിയ പ്രോഗ്രാമൊക്കെ ആണെങ്കിൽ ഈയുടെ കണ്ടന്റ് എടുക്കാനായിട്ടുള്ള ബിൽഡ് ഫങ്ഷൻസ് ഒക്കെ അറിയാവുന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്തിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ മെസ്സേജ് എന്തെങ്കിലും പ്രിന്റ് ചെയ്യാം. സിസ്റ്റം ഡോട്ട് പ്രിന്ററിൽ ക്ലിക്ക് ഇടുന്ന എന്തെങ്കിലും മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാം. അതേപോലെ ഈ കോഡ് തന്നെ ഇവിടെയും കാണും, ബൈക്കിലും കാണും. ഈ ഇംപ്ലിമെന്റ്സ് ആക്ഷൻ ലിസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആക്ഷനിൽ ഇവന്റ് നടന്നിട്ടുണ്ടെങ്കിൽ ആ ഇൻഫർമേഷൻ ഈ ക്ലാസ്സിലോട്ട് വരുന്നു. എന്നിട്ട് ബൈക്കിലോട്ടും കാറിലോട്ടും ആ ഇൻഫർമേഷൻ വരുന്നുണ്ട്. എന്നിട്ട് ആ ഇൻഫർമേഷൻ വന്നിട്ട് ആ ഇൻഫർമേഷൻ ചെയ്യുന്ന ഈ ആക്ഷൻ പെർഫോമിനുള്ളിൽ ഒരു ഈ എന്നുള്ള വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്നത്. ആ ഈ എന്നുള്ള വേരിയബിളാണ് ആ ഇൻഫർമേഷൻ മുഴുവൻ കോപ്പി ചെയ്ത് കിടക്കുന്നത്. ലാസ്റ്റ് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഈ ആക്ഷൻ പെർഫോം എന്നുള്ള ഫംഗ്ഷനിൽ കൊടുത്ത സ്റ്റെപ്സ് എക്സിക്യൂട്ട് ആയിക്കോളും. നമ്മൾ ജസ്റ്റ് മെസ്സേജ് കൊണ്ട് ചെയ്തിട്ടുള്ള മെസ്സേജ് സ്ക്രീനിൽ വരും. അല്ലെങ്കിൽ സേവ് ചെയ്യാനാണെങ്കിൽ സേവ് സെറ്റിംഗ്സ് മുഴുവൻ ഫയലിൽ എവിടെയെങ്കിലും കൊണ്ട് സേവ് ചെയ്യാനുള്ള കോഡ് ആക്ഷൻ പെർഫോമിനുള്ളിൽ ടൈപ്പ് ചെയ്യുക. വേറെ ആലോചിക്കേണ്ട പോയിന്റ് എന്ന് വെച്ചാൽ സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താലും, അല്ലെങ്കിൽ സേവ് സെറ്റിംഗ്സ് ബട്ടൺ ക്ലിക്ക് ചെയ്താലും, ക്യാൻസൽ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താലും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നെങ്കിൽ ഏത് ബട്ടൺ ക്ലിക്ക് ചെയ്താലും ആക്ഷൻ പെർഫോമിനുള്ളിലുള്ള കൺട്രോൾ വരുള്ളൂ. കാരണം നമ്മളൊരു ജിയോയിൽ ചിലപ്പോൾ 3-4 ബട്ടൺസ് ഒക്കെ ഉണ്ടാവും. ഏത് ബട്ടൺ ക്ലിക്ക് ചെയ്താലും ഇവിടെ വരും. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ചെക്ക് ചെയ്യണം ഏത് ബട്ടണാണ് ക്ലിക്ക് ചെയ്തെന്നുള്ളത്. ശരിക്കും റൺ ചെയ്യാൻ പറ്റിയ പ്രോഗ്രാം വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ശരിക്കും ഇത് രാവിലെ വലിയ പ്രൊജക്റ്റൊക്കെ ചെയ്യുമ്പോൾ ഇതിലെല്ലാ കീവേഡ്സ് ഒക്കെ കാണാൻ പടം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എല്ലാം പ്രോഗ്രാം ടൈപ്പ് ചെയ്യണതിന് ടൂളിന്റെ ഹെൽപ്പോട് കൂടി അറിയും. ആ ടൂളിൽ മിക്കവാറും ഇതെല്ലാം ഓട്ടോമാറ്റിക് മിക്കവാറും വരും. അതുകൊണ്ട് എനിക്ക് ജാവയ്ക്ക് കോംപ്ലിക്കേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും പ്രോഗ്രാം എഴുതുമ്പോൾ പാടൊന്നുമില്ല. എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ എക്സാമിൽ ടൂൾ യൂസ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ തിയറി എക്സാം എഴുതുമ്പോൾ ആ തിയറി എക്സാമിന് ഈ പോയിന്റൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കാണാൻ പഠിച്ചിരുന്നാൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. പ്രോഗ്രാം പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് കുറച്ചും കൂടി മനസ്സിലാവും. പക്ഷെ ഇത്രയും പറഞ്ഞതിൽ ഏതെങ്കിലും പോയിന്റ് റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ചെയ്തു തരാം. അല്ലെങ്കിൽ അതിന് സ്റ്റെപ്പ് ക്ലിയർ ആകാത്തവരുണ്ടെങ്കിൽ സ്റ്റെപ്പ് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താൽ മതി. അതിനൊക്കെ മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് ടൈപ്പ് ചെയ്യുക. അല്ലെങ്കിൽ പോർഷൻ റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ അതൊരു പ്രോഗ്രാമുകൾ പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട്
നോക്കിയാൽ റൺ ചെയ്യണ ഒരു പ്രോഗ്രാം പറഞ്ഞു, റൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സിൻടാക്സ് കറക്റ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം കാണിച്ചുതരാം. ഞാനൊരു റൺ ചെയ്യാൻ പറ്റിയ രീതിയിലൊരു കോഡ് ജസ്റ്റ് ബട്ടണിന്റെ വർക്കിംഗ് അറിയാൻ വേണ്ടി മാത്രമുള്ള ഒരു പ്രോഗ്രാം എഴുതിയിട്ടുണ്ട്. വിൻഡോ സ്ക്രീൻ വലുതാക്കാൻ പറ്റില്ല. ഒരു വിൻഡോ വരാനായിട്ടുള്ള കോഡ് എഴുതിയിട്ടുണ്ട്. അതിൽ ഞാനിപ്പോൾ ഒരു എൻ്റർ N and R എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. 2 ടെസ്റ്റ് ഫീൽഡ്, എന്നിൻ്റെ വാല്യൂ എൻ്റർ ചെയ്യാനും ആറിൻ്റെ വാല്യൂ എൻ്റർ ചെയ്യാനും 2 ടെസ്റ്റ് ഫീൽഡ് കൊടുത്തിട്ടുണ്ട്. 2 ബട്ടൺ ഡിസ്പ്ലേ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഫൈൻഡ് NPR, ഫൈൻഡ് NCR എന്ന് 2 ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പെർമിറ്റേഷൻ കോമ്പിനേഷൻ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം പോലെ എഴുതിയാണ്. പക്ഷേ പെർമിറ്റേഷൻ ഫൈൻഡ് ചെയ്യാനുള്ള കോഡ് മുഴുവൻ എഴുതിയിട്ടില്ല. ഫൈൻഡ് NPR എന്നുള്ള ബട്ടൺ ഞാൻ ക്ലിക്ക് ചെയ്യുന്ന വിചാരിക്കാം. പെർമിറ്റേഷൻ ഫൈൻഡ് ചെയ്യുന്നതിന് പകരം ഞാൻ ജസ്റ്റ് ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ എൻ്റർ ചെയ്ത വാല്യൂ തന്നെ ഡിസ്പ്ലേ ചെയ്യുന്നു. N is 5, R is 2 എന്ന് പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്യുന്നു. ഇനി NCR എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ വന്നത് യു ക്ലിക്ക്ഡ് NCR എന്ന് പറഞ്ഞ് വന്നിട്ടുള്ളത്. അങ്ങനെ വിചാരിക്കുക ഇത് റൺ ചെയ്യുമ്പോൾ എന്താ സംഭവിച്ചേക്കണമെന്ന് മാത്രം നിൽക്കാൻ ശ്രദ്ധിക്കുക. NPR എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എൻ്റർ ചെയ്തേക്കണ എന്നിൻ്റെ ആറിൻ്റെയും വാല്യൂ സ്ക്രീനിൽ വരുന്നു. NCR എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ക്ലിക്ക്ഡ് NCR എന്ന് പറഞ്ഞു വരുന്നു. ഞാൻ വേറൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതൊരു ടെസ്റ്റ് ഫീൽഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അല്ല, ടെസ്റ്റ് ഫീൽഡിൽ ഇപ്പോൾ ഫസ്റ്റ് ടെസ്റ്റ് ഫീൽഡിൽ കൺട്രോൾ നിൽക്കണതാണ്. ഞാനവിടെ എൻ്റർ കീ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തതെന്ന് വെച്ചാൽ ഫസ്റ്റ് ടെസ്റ്റ് ഫീൽഡിൽ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റർ കീ പ്രസ് ചെയ്ത്, അങ്ങനെ എൻ്റർ കീ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു പ്രസ്ഡ് എൻ്റർ ഇൻ T1 എന്ന ടെസ്റ്റ് ഫീൽഡ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നു. ടെസ്റ്റ് ഫീൽഡിൽ എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ എൻ്റർ എന്നുള്ള ഇവന്റ് നടക്കുന്നുണ്ട്, അല്ല ആക്ഷൻ എന്നുള്ള ഇവന്റ് നടക്കുന്നുണ്ട്. അതും ഡിറ്റക്ട് ചെയ്യാനായിട്ടുള്ള കോഡ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഞാൻ സെക്കൻഡ് ടെസ്റ്റ് ഫീൽഡിൽ ഞാൻ എൻ്റർ കീ പ്രസ് ചെയ്യുന്ന വിചാരിക്കാം. പ്രസ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ടെസ്റ്റ് ഫീൽഡിലാണ് ഇപ്പം കൺട്രോൾ ഇരിക്കുന്നത്. പക്ഷെ ഞാൻ അവിടെ എൻ്റർ കീ പ്രസ് ചെയ്യുന്നു, പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷെ ഫസ്റ്റിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് 53 ഫസ്റ്റിൽ ടൈപ്പ് ചെയ്യണതാണ്. ഞാൻ അവിടെ എൻ്റർ കീ പ്രസ് ചെയ്ത് മെസ്സേജ് വന്നു. അങ്ങനെ ഫസ്റ്റ് ടെസ്റ്റ് ഫീൽഡിൽ ആക്ഷൻ എന്നുള്ള ഇവന്റ് നടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് ടെസ്റ്റ് ഫീൽഡിൽ ആക്ഷൻ എന്നുള്ള ഇവന്റ് നടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് സെക്കൻഡ് ടെസ്റ്റ് ഫീൽഡിൽ വെച്ചിട്ട് ഈ എൻ്റർ കീ എന്നുള്ള സെയിം ആക്ഷൻ ഇവന്റ് നടക്കുന്നത് ഡിറ്റക്ട് ചെയ്യാത്തത്. ഇത്രയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ബേസിക് ഇത്രയും കാര്യമുള്ളൂ പറയാൻ ഉദ്ദേശിക്കുന്നത്. 2 ബട്ടൺ ഉണ്ട്. 2 ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴും 2 ടൈപ്പിലെ കാര്യമാണ് ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നത്. ഫസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്നിൻ്റെ ആറിൻ്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നു. സെക്കൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വെറുതെ ഒരു മെസ്സേജ് ക്ലിക്ക് എന്ന് പറഞ്ഞ മെസ്സേജ് സ്ക്രീനിൽ വരുന്നു. പിന്നെ 2 ടെസ്റ്റ് ഫീൽഡ് എൻ്റർ കീ ഞാൻ പ്രസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ടെസ്റ്റ് ഫീൽഡ് മാത്രം എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ മാത്രം ഔട്ട്പുട്ടിൽ എന്തോ ചേഞ്ച് വരുന്നു. സെക്കൻഡ് ടെസ്റ്റ് ഫീൽഡിൽ എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല. ഇത്രയാണ് ഈ പ്രോഗ്രാമിൽ റൺ ചെയ്യുമ്പോൾ നടക്കുന്നത്. ഇത് ചെയ്യാനായിട്ടുള്ള കോഡാണ് നമ്മൾ. പിന്നെ ആദ്യം കുറേ ഇമ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ശരിക്കും ഞാൻ GUI കമ്പോണൻസ് യൂസ് ചെയ്യണമെങ്കിൽ കൊടുക്കേണ്ട കുറേ ഇമ്പോർട്ട്സ് ഒക്കെയാണ്. അത് 5th മോഡ്യൂളിൽ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ പഠിപ്പിച്ചു തരാം. അത് തൽക്കാലം പഠിപ്പിച്ചു തരാം. അത് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. ഇവന്റ് ആയിട്ട് നോക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ പ്രോഗ്രാമിൽ പ്രോഗ്രാം ശരിക്കും പറഞ്ഞാൽ ഒരു സിംഗിൾ ക്ലാസ്സേ ഉള്ളൂ. പിന്നെ വലിയ പ്രൊജക്റ്റ് ഒന്നുമല്ല. ഈ frame 3 എന്നുള്ള ഒരു ക്ലാസ് മാത്രമേ ഉള്ളൂ.
അതറിയാം. എക്സ്റ്റൻസ് JFrame എന്ന് പറഞ്ഞാൽ ഒരു വിൻഡോ പോലെ സ്ക്രീനിൽ വരാൻ വേണ്ടിയിട്ടാണ്. അതിന് തക്കാലം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇപ്പം അപ്പൊ ഈ വിൻഡോയിൽ 2 ബട്ടണും 2 ടച്ച് ഫീൽഡും ഉണ്ടായിരുന്നു. ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ക്ലിക്ക് ചെയ്തു എന്നുള്ള ഇൻഫർമേഷൻ ഈ ക്ലാസ്സിൽ കിട്ടേണ്ട കാര്യമുണ്ട്. കാരണം ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്നിന്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വേറൊരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അതായത് ബട്ടൺ ക്ലിക്ക് ചെയ്തോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ഫീൽഡ് എന്തൊക്കെ പ്രസ് ചെയ്തു എന്നുള്ളത് ഇൻഫർമേഷൻ ഈ ക്ലാസ്സിന് കിട്ടേണ്ട കാര്യമുണ്ട്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോയിന്റ് അനുസരിച്ച് ആക്ഷൻ എന്നുള്ള ഇവന്റ് നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്ലാസ്സിന് ആ ഇൻഫർമേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇംപ്ലിമെന്റ്സ് ആക്ഷൻലെസ് എന്ന് കൊടുക്കുക. അതുകൊണ്ട് ഞാനിവിടെ ഇംപ്ലിമെന്റ്സ് ആക്ഷൻലെസ് എന്ന് കൊടുത്തത് ഈ പ്രോഗ്രാമിൽ ആദ്യം മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ ഇവന്റ് റിലേറ്റഡ് ആയ പ്രോഗ്രാമിൽ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, ഈ ഇവന്റിന് അല്ലെങ്കിൽ ഈ ക്ലാസ്സിന് ഏതൊക്കെ ഇവന്റ് കിട്ടേണ്ട കാര്യമുണ്ടോ ആ ഇവന്റിന്റെ എല്ലാ ലിസണറും ഇങ്ങനെ ഫോർമാറ്റ് കൊടുക്കുക. മൗസ് ലിസണർ ഉണ്ടെങ്കിൽ മൗസ് ലിസണർ, വിൻഡോ ലിസണർ ഉണ്ടെങ്കിൽ വിൻഡോ ലിസണർ, തൽക്കാലം ക്ലിക്ക് എന്നുള്ളതിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. ക്ലിക്കിന് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ടെക്സ്റ്റ് ഫീൽഡിൽ എൻ്റർ കീ പ്രസ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ആക്ഷൻ എന്നുള്ള ഇവന്റ് ആണ്. അതുകൊണ്ട് ആക്ഷൻ ലെസ് കൊടുത്ത് അത് നോക്കി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ക്രീനിൽ ബട്ടൺ വരാനായിട്ടുള്ള കോഡ് കൊടുത്തു. ജെ ബട്ടൺ ഫൈൻഡ് NPR, ന്യൂ ജെ ബട്ടൺ ഫൈൻഡ് NCR. പിന്നെ നേരത്തെ പറഞ്ഞ കുറച്ചും കൂടി കൂടുതൽ സ്റ്റെപ്പൊക്കെ ഉണ്ട്. NPR സ്ക്രീനിലോട്ട് ആഡ് ചെയ്യുന്നു. അതിന് തക്കാലം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട, അത് പിന്നീട് വരുന്നുണ്ട്. ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇവന്റിന്റെ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ഇത് മൂന്നുമാണ്. നമ്മുടെ 2 ബട്ടണും 2 ടച്ച് ഫീൽഡും ഉള്ളത്. 2 ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴും നമുക്ക് എന്തോ ചെയ്യാനുണ്ട്. 2 ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കണം. അതുകൊണ്ട് 2 ബട്ടന്റെ കൂടെ ആഡ് ആക്ഷൻ ലിസണർ എന്ന് കൊടുക്കുക. npr.add action listener, ncr.add action listener. കാരണം NPR NCR എന്നുള്ളതാണ് ബട്ടന് ഈ പ്രോഗ്രാമിൽ കൊടുത്തിട്ടുള്ള നെയിം. അതുപോലെ T1 T2 എന്നുള്ള 2 ടെസ്റ്റ് ഫീൽഡ് ഉണ്ട്. T1 എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ അത് ഐഡന്റിഫൈ ചെയ്യണം. ടെസ്റ്റ് ഫീൽഡിൽ എൻ്റർ കീ പ്രസ് ചെയ്യുന്നത് ആക്ഷൻ എന്നുള്ള ഇവന്റ് ആണ്. അത് ഐഡന്റിഫൈ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ T1.add action listener എന്ന് കൊടുക്കുക. T1 എന്ന ടെസ്റ്റ് ഫീൽഡിൽ എപ്പോഴെങ്കിലും നമ്മൾ എൻ്റർ കീ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്രോഗ്രാം അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ T2.add action listener കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് സെക്കൻഡ് ടെസ്റ്റ് ഫീൽഡിൽ എൻ്റർ കീ കൊടുക്കുമ്പോൾ ഈ പ്രോഗ്രാമിന് അത് ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ പറ്റാത്തത്. ഇവന്റിന്റെ കാര്യത്തിൽ ഈ ടോപ്പിക് അല്ലെങ്കിൽ ഈ പോർഷൻ അറിഞ്ഞിരിക്കുക. പിന്നെ അറിയേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അല്ലെങ്കിൽ ടെസ്റ്റ് ഫീൽഡിൽ എൻ്റർ കീ പ്രസ് ചെയ്ത് ആക്ഷൻ എന്നുള്ള ഇവന്റ് നടന്നു. നമുക്ക് സോഴ്സും കിട്ടി, ഇവന്റ് ഒബ്ജക്റ്റും കിട്ടി, എന്താ ഇവന്റ് നടന്നു എന്നുള്ളത്. ഇത് എവിടേക്കോ പാസ് ചെയ്യാനുണ്ട്, ലിസണിലോട്ട് പാസ് ചെയ്യാനുണ്ട്. നമ്മുടെ പ്രോജക്റ്റിൽ ഈ പ്രോഗ്രാമിൽ ഒരു ലിസണറേ ഉള്ളു, ഫ്രെയിം 3 എന്നുള്ള ഒരു ആക്ഷൻ ലിസണറേ ഉള്ളു. ഈ ആക്ഷൻ എന്നുള്ള ഇവന്റ് നടക്കുന്ന ഫ്രെയിം 3 എന്നുള്ള ക്ലാസ്സിലോട്ട് ആ ഇൻഫർമേഷൻ വരും. വോയിസ് അല്ലെങ്കിൽ അവിടെ ഇതിലോട്ട് പാസ് ചെയ്തോളൂ. 2 ടെസ്റ്റ് ഫീൽഡിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും T1 എന്ന ടെസ്റ്റ് 2 ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ T1 എന്ന ടെസ്റ്റ് ഫീൽഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഇൻഫർമേഷൻ ഫ്രെയിം 3ലോട്ട് വരുന്നുണ്ട്. ഈ ഫ്രെയിം 3യുടെ ഏത് ലൊക്കേഷനിലോട്ടാണ് ആ ഇൻഫർമേഷൻ വന്നെന്നുള്ളതാണ് നോക്കേണ്ടത്. ഫ്രെയിം 3നുള്ളിൽ ആക്ഷൻ പെർഫോംഡ് എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ടാവും. ആക്ഷൻ പെർഫോംഡിന്റെ ഉള്ളിലോട്ടായിരിക്കും കൺട്രോൾ വരുന്നത്.
ഒരു ആക്ഷൻ പെർഫോംഡ് എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്. നേരത്തെ മറ്റേ എക്സാമ്പിൾ എഴുതി കാണിച്ചാണ്. ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ടെസ്റ്റ് ഫീൽഡ് എന്തൊക്കെ കൺട്രോൾ ഇതിലോട്ട് വന്നത്. അപ്പൊ 2 ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴും ആ ടെസ്റ്റ് ഫീൽഡിൽ എന്തൊക്കെ വെസ് ചെയ്യുമ്പോൾ കൺട്രോൾ ഈ സെയിം ഫംഗ്ഷനിലോട്ട് വന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യണം ബട്ടൺ NPR എന്നുള്ള ബട്ടണാണ് ക്ലിക്ക് ചെയ്തത്, NCR എന്നുള്ള ബട്ടണാണ് ക്ലിക്ക് ചെയ്തത്, അല്ലെങ്കിൽ T1-നുള്ളിൽ എന്തൊക്കെ യൂസ് ചെയ്തതാണെന്നുള്ളതെല്ലാം ഇതിനുള്ളിൽ ചെക്ക് ചെയ്യണം. ആ ഇൻഫർമേഷൻ എല്ലാം ഈ എന്നുള്ള വേരിയബിൾ ഉണ്ടാവും. പിന്നെ ഈ ആണ് ലാസ്റ്റ് നടന്ന ഇവന്റ് ഡീറ്റെയിൽസ് മുഴുവൻ ഉള്ളത്. ഈയുടെ അല്ലെങ്കിൽ അതിന്റെ ബിൽറ്റ് ഫങ്ഷൻസ് ഒക്കെ അറിയാമെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് ആ ഇവന്റിന്റെ ഡീറ്റെയിൽസ് മുഴുവൻ എടുക്കാം. അപ്പൊ ഈ എന്നുള്ള വേരിയബിൾ ഡോട്ട് ഗെറ്റ് സോഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിച്ചെടുക്കാം NPR എന്നുള്ള ബട്ടണാണ്, NCR എന്നുള്ള ബട്ടണാണ്, അതോ T1 ആണോ, എവിടെ നിന്നാണ്, ഏതാണ് സോഴ്സ് എന്നുള്ളത് കണ്ടുപിടിക്കാം. ഈ തന്നെ കൊടുക്കുന്നില്ല, ഏത് വേരിയബിൾ വേണമെങ്കിൽ കൊടുക്കാം. ആ വേരിയബിളിനെയും ഡോട്ട് ഗെറ്റ് സോഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് നടന്ന ഇവന്റ് ഏത് കമ്പോണന്റിലാണെന്നുള്ളത് കണ്ടുപിടിക്കാം. ഇത് വെച്ചിട്ട് സോഴ്സ് എന്നുള്ള വേരിയബിളിലോട്ട് എടുത്ത് ഇൻസ്ട്രക്ഷന് തൽക്കാലം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട, ലോജിക്ക് മാത്രം ശ്രദ്ധിച്ചിരിക്കുക. ഏത് കമ്പോണന്റിനാണ് ക്ലിക്ക് ചെയ്തതെന്നുള്ളത് കണ്ടുപിടിക്കും. അത് സോഴ്സിലുണ്ട്. നമ്മൾ പിന്നെ ഇവിടെ ചെക്ക് ചെയ്യാം, ആ സോഴ്സ് NPR ആണോ ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ ആ സോഴ്സ് NCR ആണോ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ആ സോഴ്സ് T1 ആണോ ചെക്ക് ചെയ്യാം. ആ സോഴ്സ് NPR എന്നുള്ള ബട്ടൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ലേബലിൽ N-ന്റെ R-ന്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യാൻ കൊടുത്തു. സോഴ്സ് NCR ആണെങ്കിൽ യു ക്ലിക്ക്ഡ് NCR എന്ന് പറഞ്ഞ് ഡിസ്പ്ലേക്കായിട്ടുള്ള കാര്യം കോഡ് കൊടുത്തു. സോഴ്സ് T1 എന്നുള്ള ടെസ്റ്റ് ഫീൽഡ് ആണെന്ന് വെച്ചെങ്കിൽ യു പ്രസ്ഡ് എൻ്റർ ഇൻ T1 എന്ന് പറഞ്ഞിട്ട് ഡിസ്പ്ലേക്കാനുള്ള കോഡ് കൊടുത്തു. ഇതിന് മനസ്സിലാക്കേണ്ട ഒരു ഇത്രയുള്ളൂ. ഏത് GUI കമ്പോണന്റിൽ ആക്ഷൻ ഇവന്റ് നടന്നിട്ടുണ്ടെങ്കിലും ആക്ഷൻ പെർഫോംഡ് എന്നുള്ള ഫംഗ്ഷനിലോട്ട് കൺട്രോൾ വരും. അതിൻ്റെ ഉള്ളിൽ ചെക്ക് ചെയ്യണം ഏത് കമ്പോണന്റ് ആണോ ക്ലിക്ക് ചെയ്തത്, ചെക്ക് ചെയ്യുക. അതിനനുസരിച്ച് ഈഫ് വെച്ചിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള കോഡ് കൊടുക്കുക. അതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. കുറച്ചും കൂടി കോഡ് കണ്ടപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഈ പ്രൊജക്റ്റിൽ തന്നെ വേറൊരു ക്ലാസ് കൂടി ഉണ്ടായിരുന്നു വിചാരിക്കാം. അപ്പോൾ ഒരു പബ്ലിക് ക്ലാസ് ഇപ്പോൾ വേറൊരു സീറ്റ് എന്നുള്ള ക്ലാസ് കൂടി ഉണ്ടായിരുന്നു വെച്ചെങ്കിൽ അതിലും വേണമെങ്കിൽ കൊടുക്കാം. കണ്ടോട് സീറ്റ് എന്നുള്ളൊരു ക്ലാസ് ഉണ്ടെന്ന് വിചാരിക്കാം. ആ ക്ലാസ്സിന് ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന ഇൻഫർമേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ക്ലാസ് ഡിഫൈൻ ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ ആക്ഷൻ ലിസ്റ്റ് എന്ന് കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ തന്നെ ആക്ഷൻ പെർഫോംഡ് എന്ന് കൊടുക്കുക. അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെയും കോഡ് കൊടുക്കുക. ബട്ടൺ ക്ലിക്ക് നടക്കുമ്പോൾ ക്ലിക്ക് ചെയ്യുന്നുള്ള ഇൻഫർമേഷൻ 2 ക്ലാസ്സിലോട്ട് അല്ലെങ്കിൽ 2 ആക്ഷൻ പെർഫോമിലോട്ട് പാസ് ചെയ്യും. കണ്ടിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തോളൂ. ഈ ക്ലാസ് ഫോട്ടോ എടുത്തോളൂ.